മമ്മൂക്കയുടെ ആക്ഷൻ പാക്ഡ് സിനിമ എന്ന് അക്ഷരം തെറ്റാതെ വിളിക്കാവുന്ന ഒന്ന്. നമ്മൾ ആവേശത്തോടെ കാത്തിരുന്ന് കിട്ടിയ ഐറ്റം ഒരു കൊല്ലകൊല്ലി ഐറ്റം ആണെന്ന് അറിയുമ്പോഴുള്ള എക്സൈറ്റ്മെന്റ് അതായിരിക്കും ടർബോയുടെ ട്രെയിലർ കണ്ട ഓരോ പ്രേക്ഷകന്റെയും മുഖത്തുണ്ടാവുക. ട്രെയിലറിലെ ഓരോ സീനിലും ഇത്ര പഞ്ചുണ്ടെങ്കിൽ സിനിമയുടെ റേഞ്ച് അത് വേറെ ലെവലായിരിക്കും. പ്രഖ്യാപിച്ചത് മുതൽ സിനിമാ പ്രേമികളുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞുപോയൊരു പേരാണ് ടർബോ. അതുകൊണ്ട് തന്നെ ഓരോ അപ്ഡേറ്റിനുമായുള്ള കാത്തിരിപ്പ് വളരെ വലുതായിരുന്നു. കാത്തിരുന്ന് അവസാനം റിലീസ് ഡേറ്റ് വന്നു. പിന്നെ ആ ദിവസത്തേക്കുള്ള കാത്തിരിപ്പിലായി. ഇതിനൊക്കെ ഇടയിൽ ഓരോ പോസ്റ്ററുകളും അപ്ഡേറ്റ്സും ഒക്കെ വരുന്നുണ്ടെങ്കിലും എല്ലാവർക്കും വേണ്ടത് ട്രെയിലർ ആയിരുന്നു. സൂചനകൾക്കുമൊക്കെ അപ്പുറം ടർബോയിൽ എന്താണുള്ളതെന്ന് അറിയാനുള്ള ആവേശം. അങ്ങനെ മമ്മൂട്ടിയുടെയും വൈശാഖിന്റെയും മിക്ക പോസ്റ്റുകൾക്കും താഴെയും ട്രെയിലർ റിലീസ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുള്ള ആരാധകരുടെ കമന്റുകളായിരുന്നു നിറയെ. അങ്ങനെ ആ കാത്തിരിപ്പ് അവസാനിച്ചിരിക്കുകയാണ്. ദ ടർബോ പഞ്ച് ട്രെയിലർ ഈസ് ഹിയർ. ഇപ്പൊ വന്നിട്ടുള്ള ട്രെയിലറിൽ നിന്നും ഒരു പ്രേക്ഷകന് മനസ്സിലാക്കി എടുക്കാനുള്ളത് ഇത്രയാണ്. തിയേറ്ററിൽ തന്നെ പോയി കണ്ട് ആസ്വദിക്കേണ്ട ഒരു അഡാർ ഐറ്റമാണ് ടർബോ. പ്രതീക്ഷിച്ചതിലും അപ്പുറമുള്ള ഫൈറ്റ് സീക്വൻസുകളാണ് ചിത്രത്തിലുള്ളതെന്നാണ് ട്രെയിലർ തരുന്ന സൂചനകൾ. ടർബോ ജോസായി മമ്മൂക്ക അഴിഞ്ഞാടുകയാണ് എന്ന് തന്നെ പറയാം. മമ്മൂക്കയുടെ പ്രായം മറന്നുള്ള തരം ഫൈറ്റാണ് ചിത്രത്തിലെന്ന് വൈശാഖ് പറഞ്ഞപ്പോൾ ഇത്രയൊന്നും പ്രേക്ഷകർ പ്രതീക്ഷിച്ചു കാണില്ല. പിന്നെ എടുത്തു പറയാനുള്ളത് ചിത്രത്തിൽ വില്ലൻ കഥാപാത്രത്തെയാണ്. കന്നഡ സിനിമയ്ക്ക് മറ്റൊരു മുഖമുണ്ടാക്കിയെടുത്ത രാജ്ബി ഷെട്ടി മലയാളത്തിലേക്ക് വന്നപ്പോൾ വില്ലൻ വേഷത്തിന്റെ പഞ്ചും ഇരട്ടിയായി. കന്നഡയിൽ നിന്ന് വന്ന ഈ മാസ് വില്ലനെ ട്രെയിലറിലൂടെ തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു. കൂടാതെ തെലുങ്ക് നടൻ സുനിൽ വർമ്മ, ദിലീഷ് പോത്തൻ, ശബരീഷ്, ബിന്ദു പണിക്കർ എന്ന് തുടങ്ങിയ താരങ്ങളെല്ലാം ചിത്രത്തിൽ സുപ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. ട്രെയിലർ വരുന്നതിന് മുന്നേ തന്നെ മലയാള സിനിമാ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന സിനിമയാണ് മമ്മൂക്കയുടെ ടർബോ. അതിന് കാരണങ്ങൾ കുറെയുണ്ട് താനും. ഒന്നാമത്തേത് പോക്കിർ രാജയ്ക്കും മധുരരാജയ്ക്കും ശേഷം വൈശാഖും മമ്മൂട്ടിയും വീണ്ടും ഒന്നിക്കുന്ന ചിത്രം. പിന്നെ തിരക്കഥ ഒരുക്കുന്നത് മിഥുൻ മാനുവൽ തോമസ് എന്ന ബ്രാൻഡ് റൈറ്റർ. ചിത്രം നിർമ്മിക്കുന്നത് മമ്മൂട്ടി കമ്പനി, അതും അവരുടെ 5ാമത്തെ നിർമ്മാണം. ആക്ഷൻ ഒരുക്കുന്നത് വിയറ്റ്നാം ഫൈറ്റേഴ്സ്, BGM ഒരുക്കുന്നത് ക്രിസ്റ്റോ സേവ്യർ. ഇതിൽ പരം ഈ സിനിമയ്ക്ക് പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാൻ എന്താണ് വേണ്ടത്? പോരാത്തതിന് ഇപ്പോൾ ഡബിൾ ടർബോ പഞ്ചിലെത്തിയ ട്രെയിലറും. ഇനി 23-ാം തീയതി വരെ കാത്തിരിക്കാം ജോസച്ചായന്റെ യഥാർത്ഥ വരവിനായി. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.